എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഇവിടെയൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് നോക്കുമ്പോൾ നാഷണൽ വൈഡ് 24/7 ബിഗർ സാറ്റലൈറ്റ് ന്യൂസ് ചാനൽസ് ഒക്കെ എടുത്ത് വെച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി സംഘ് പരിവാർ ഇതിനെ ഏറ്റെടുത്തതോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫേസ് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ന്യൂസ് 18 ഒരു ചർച്ചയ്ക്ക് പോയിരുന്നിട്ട് അവിടെ അത്യാവശ്യം സംഖ്യകൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ രാവിലെ സംഘിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ഉള്ള ഒരു വീഡിയോയും കൂടി ഇട്ടിട്ട് അത് ഞാൻ ആ മറ്റേ ശവപ്പെട്ടിയിൽ അവസാനത്താണില്ലേ അത് അടിച്ചു തരാം കേട്ടോ. പിന്നെ കുറേ എണ്ണം ഞാൻ ഈ മാളികപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മലയാളം മാളികപ്പുറത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ആ സിനിമയുടെ പ്രൊമോഷൻ മെത്തേഡുകൾ നിങ്ങൾ ഭക്തിയിൽ പൊതിഞ്ഞത് പ്രൊമോട്ട് ചെയ്യരുത്, ഓവറായിട്ട് ഭക്തി ചൂഷണം ചെയ്ത് പ്രൊമോട്ട് ചെയ്യരുത്. അന്ന് നിങ്ങൾ കാണിച്ച സംഖ്യകൾ നാറി നക്കിപ്പണിയാണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞ് മനസ്സിലായി. അത് ഞാൻ ഇന്നും പറയും. സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം സിനിമ റിവ്യൂവിനകത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് ഭക്തി ഓവർഡോസ് ആയിട്ട് തോന്നി, വളരെ മാന്യമായിട്ടാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായി. അല്ല നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ ഭക്തി കൊടുന്ന് വെച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ സിനിമ കാണാൻ പോയില്ലെങ്കിൽ അയ്യപ്പ കോപം വരും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സംഘി മാക്കാച്ചികളോടാണ് ഞാൻ പറയുള്ളത്. നിങ്ങൾ എനിക്കിട്ട് വന്ന് ചൊറിയാൻ നിൽക്കണ്ട. അപ്പൊ പിന്നെ നിങ്ങൾ ആ സാധനങ്ങൾ നിങ്ങൾ സംഘി അവിടെ തന്നെ കയ്യിൽ വെക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതെടുത്തിട്ട് ഇനി ആ ബാഗേജും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. ഇനി കമ്മിങ് ടു എമ്പുരാനിൽ എന്തുകൊണ്ട് മതത്തിന്റെ ഇഷ്യൂ വരുന്നില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി കണ്ടപ്പോൾ വിചാരിച്ചു അതെന്തായാലും വരും എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ വരും ചെയ്യും. ക്രിസംഗി ബെൽറ്റിൽപ്പെട്ട കുറെ ടീംസ് എന്താണെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിന്റെ കുറെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കൂട്ടത്തിൽ പോണ വണ്ടിക്ക് ഒരു ഉന്ത് എന്ന് പറഞ്ഞിട്ട് മറുനാടന്റെ വക രാവിലെ ഒരു കർത്താവിനെ തൊട്ട് കളി വേണ്ട, എമ്പുരാനെതിരെ ക്രൈസ്തവരും രംഗത്ത്. ഇതിലൊരു ഓഡിയോ ഉണ്ട്, ഒരു ചേച്ചി സംസാരിക്കാൻ ഒന്ന് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത്, എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്. തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ ഏഞ്ചൽ ഹു ഈസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ്. അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഇസ് നോ വേ ബാക്ക്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീലുണ്ടാക്കുന്നു, പിശാചുമായി ഡീലുണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്. ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു: റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമ്മൺ ദ ഡെവിൾ അറ്റ് ദിസ് അവർ. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത്. ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? ഈ ചേച്ചി പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ വാക്ക്, ഓക്കെ. പിന്നെ ലൂസിഫർ, ആ ഒരു ഫസ്റ്റ് പാട്ട് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇതൊരു ദൈവത്തിന്റെ നന്മ നിറഞ്ഞ സിനിമയല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആണെന്നുണ്ടെങ്കിലും അബ്രാം ഖുറേഷി ആണെന്നുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനകത്ത് പോർട്രേറ്റ് ചെയ്ത് വെച്ചൊരു പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡാർക്കർ സൈഡാണ്. അതിന് നിങ്ങൾക്ക് സാത്താനോ ഡെവിൾനോ യു ക്യാൻ കോൾ ഇറ്റ് എനിത്തിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗോഡ് തിങ്. അതാണ് അതിന്റെ സത്യം. അത് മനസ്സിലാക്കാതെ ഈ ലോകത്ത് ആകെ ഈ ലൂസിഫർ പറഞ്ഞ സിനിമ ഉള്ളൂ ഇങ്ങനെ പറയാനുള്ളത്. മലയാളം തന്നെ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചു കാലം മുന്നേ പോണേ, ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത്. ലാസ്റ്റ് എന്താ പറയാ, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രൊഫൈലിൽ പോയേക്കുമ്പോഴാവും വിറ്റ്. ഈവൻ ദ ഡെവിൾ വാസ് വൺസ് ആൻ ഏഞ്ചൽ. വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന എന്റെ എല്ലാ ടിക്ടോക്ക് മുതലുള്ള ടിക്ടോക്ക് പോട്ടെ, ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന കാലം മുതലേ ഞാൻ എന്റെ ഒരു കോട്ടായിട്ട് എല്ലായിടത്തും കൊണ്ടു നടക്കുന്ന സാധനമാണത്.
കണ്ടുപിടിക്കുക സ്നേഹ. ഈവൻ ദ ഡെവിൾ വാസ് വൺസ് ആൻ ഏഞ്ചൽ. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ക്രേസ്, രസം, ഇതൊരു ക്രേസ് ആണ് സത്യം അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. സൈത്തനിസം, ലൂസിഫർ, ഇലുമിനാറ്റി, എനിക്ക് ഞാൻ പറട്ടെ, ഞാൻ ഈ ക്രിസ്ത്യൻ മതത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഞാൻ പറയട്ടെ, നിങ്ങളെ മതത്തിൽ ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്ട്രീമിസം പിടിച്ച ആളുകൾക്ക് ഇതിലൊക്കെ ഡീപ് ഡിഗിങ് ചെയ്യുന്നുണ്ടാവില്ല. ഈ സിനിമയായിട്ട് എടുത്ത് പോകുന്ന പലരും ഉണ്ട്. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ രീതിയിൽ ഇവർക്കൊരു എക്സ്ട്രീം മതചിന്താഗതി ഉള്ളവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ മതത്തിൽ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ ഇപ്പൊ സ്നേഹം വിശ്വസിക്കുന്ന മതത്തിൽ ദൈവമുണ്ട് പിശാചും ഉണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞത് അതാണ്. ഈ എനിക്ക് ക്രിസ്ത്യൻ മതം ഇപ്പൊ ടോപ്പിക് ഇതാണ്ട് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മതമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ പോകണം, എനിക്ക് കാണണം, എനിക്ക് അവരുടെ രീതികള്, അവരുടെ ആ ഒരു സ്ട്രക്ചർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് സത്യം പറഞ്ഞാലും. എനിക്ക് ഈ മതത്തിനോടാണെങ്കിലും എല്ലാ മതത്തിനോടാണെങ്കിലും. പക്ഷെ എനിക്ക് ക്രിസ്ത്യൻ മതത്തിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. കാരണം എനിക്ക് അവരുടെ ഒരു എന്തൊക്കെയോ ഒരു ഇഷ്ടമാണ് സത്യം പറഞ്ഞാല്. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പൊ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നാം. കാരണം അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് നേരെ ഉൾട്ടയായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത്. ഇപ്പൊ OTT വരുമ്പോ തന്നെ എനിക്ക് ഉറപ്പാണ് ഇതിലെ പല സീനുകളിലും ലൈക് ദൈവിക സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കുറെ സാധനങ്ങൾ. ഈവൻ ലൂസിഫർ നോക്കിയാൽ അടക്കം നിങ്ങൾക്ക് പൊളിഞ്ഞ പള്ളി ബാക്കി സാധനങ്ങളുമായിട്ട് കുറെ സാധനങ്ങൾ കിട്ടും. അതിൻ്റെ ഒരു ഓവർഡോസ് നിങ്ങൾക്ക് എന്താണെങ്കിലും എമ്പുരാനിൽ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇവിടെ സിനിമ ഇറങ്ങുന്നു. ഓക്കെ, ആ സിനിമയിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് അവർ പറയുന്നുമുണ്ട്. ഇതൊരു ദൈവം അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ കമ്മിങ് ടു എമ്പുരാൻ, ഇപ്പോൾ സിനിമ കാണാത്തവർക്ക് ഞാൻ സ്പോയിലർ അടിക്കുന്നില്ല, ചില ഡയലോഗുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ വളരെ വ്യക്തമാണ്. ദിസ് ഈസ് നോട്ട് ഗോഡ്, ദിസ് ഈസ് നോട്ട് ഗോഡ് തിങ്സ്. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് മാത്രം കഥ ഉണ്ട് ഇതിനകത്ത്. ഒന്നും ഇവര് സിനിമ കാണില്ല, രണ്ടുപേര് സിനിമ കാണുമ്പോ ഇതിൽ ഈ ലേഡി പറഞ്ഞ ലാസ്റ്റ് ഈ മണിക്കൂറിൽ ചെകുത്താനെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ അതൊന്ന് ട്രെയിലർ ലീക്ക് ആയപ്പോ അവർക്ക് ആ സാധനം മാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും കോട്ട് കൊടുക്കണം. ആ കോട്ട് കൊടുത്തതാണ് അവരെന്ത് ചെകുത്താനെ ഈ മണിക്കൂറിൽ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ്. കാരണം സാധനം ലീക്കായി, വേറെ വഴിയില്ല, അപ്പൊ അത് ഇട്ടേ പറ്റും, അതുകൊണ്ട് ഇട്ടതാ, അല്ലാതെ വേറൊരു സംഗതി കൊണ്ട് ഇടാനുള്ള ഒരു പിന്നെ ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. അതെ, അതതിലെന്താ പറയുന്നത്, ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ പറഞ്ഞും പറയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വളരെ നമുക്ക് കാണിച്ചു തരുന്ന തന്നെ എന്താ, ദൈവത്തിനടിയിൽ രാജാവിനിടയിൽ. പക്ഷെ ഞാൻ ഈ സിനിമയിലെ എങ്ങനെയാണ് ഈ സിനിമ കാണുന്നവർക്ക് ചിലപ്പോ തോന്നും ഇതില് ആ ഒരു കോട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമില്ല. അതായത് ഇവരെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള സാധനമല്ലോ. ഇതും നന്മയും മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, നന്മയും തിന്മയും തമ്മിലുള്ള മത്സരം. ഇത് തിന്മയും തിന്മയാണ്. പക്ഷെ അതില് ഈ ലാലേട്ടൻ ചെയ്ത കഥാപാത്രമാണെങ്കിലും അതിലൊരു തിന്മ പോലത്തെ സംഭവമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. സിനിമ കണ്ടാൽ ഇപ്പൊ മനസ്സിലാവും. ഇതെന്താ അറിയോ, ഇത് പ്രോപ്പറായിട്ട് ഇതിനകത്ത് ഇവര് പ്രൊമോഷൻ അടക്കം വെക്കുന്ന ഒരു പാറ്റേൺ. ഇലുമിനാറ്റി ലൈന് പിടിച്ചിട്ടാണ് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇലുമിനാറ്റിസം നോക്കിയാലും നിങ്ങൾ സൈത്തനിസം നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് കാണുന്നത് എന്താ, ഇതൊന്നും ദൈവമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, പിന്നെ താല്പര്യമില്ലാത്തവർ കാണരുത്. അതിനകത്ത് വളരെ വിസിബിൾ ആയിട്ട്, അല്ലാതെ ഇത് മറ്റേ മാളികപ്പുറത്തിൽ ചെയ്ത മാതിരി സിനിമയാണോ ഭക്തി സിനിമയാണോ നോക്കിയപ്പോ അല്ലല്ല ഇത് ഭക്തി സിനിമയല്ല, അല്ലല്ല ഇതല്ല, എന്നിട്ട് അത് പ്രൊമോട്ട് ഇത് അങ്ങനെയല്ല. ഈ സിനിമയുടെ പ്രൊമോഷൻ മുതലേ ഇവർ ചെയ്യുന്നത് എന്താ, ഇലുമിനാറ്റി ബേസ്ഡ് ആയിട്ട്. പൃഥ്വിരാജ് ഒരു പോസ്റ്റോ സ്റ്റോറിയോ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നതിനടക്കം, ഈവൻ നമ്പർ അടക്കം, ടൈമിന്റെ നമ്പർ അടക്കം, അതിലുള്ള ഓരോ ഫീച്ചറിലടക്കം, പോസ്റ്ററിലടക്കം, ട്രയാങ്കിളും കണ്ണും, ഇത് ബേസ്ഡ് മതത്തിനെ കുറിച്ചോ മറ്റേ സൈത്താനിസത്തിനെ കുറിച്ചോ ലൂസിഫറോ ഡ്രാക്കുളയോ മറ്റേ അങ്ങനത്തെ സംഭവത്തിനെ കുറിച്ച് ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടില്ല. ഗ്ലോറിഫൈ ചെയ്താ അല്ല അതാണ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്നില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ സിനിമ ആവിഷ്കാരം അത്രേ ഉള്ളൂ, സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഇവിടെ ദൈവം മതം ഗ്ലോറിഫൈ ചെയ്ത് ബിസിനസ് ആക്കിയിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ദൈവത്തിന്റെ പേരിൽ പറ്റിപ്പ് നടക്കുന്നില്ലേ. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും നടക്കുന്ന തട്ടിപ്പിന്റെ ഒരു വേർഷനായിട്ട് ചിലപ്പോൾ ഇവർ പറയുന്നത് ഈ പറഞ്ഞ മാതിരി മന്ത്രവാദം, മറ്റത് മറിച്ചത്, ആ സംഗതികളും പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു കോയിന്റെ രണ്ട് വശമായിട്ടല്ലേ. ഇപ്പൊ രണ്ടും ആളുകളിലേക്ക് എത്തുക എന്നുള്ളൊരു പരിപാടിക്ക് ആയിരിക്കണം മേ ബി ഇവർ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തു വെച്ചത്. അത് കാണാൻ താല്പര്യമുള്ളത് കണ്ടോട്ടെ, പിന്നെ അത് എടുത്തു പോണത് ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ മനസ്സെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അടുത്തത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ക്രിസ്തു ആത്മാവിൽ നെടുവേർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്.
പെസഹ കുഞ്ഞാടായ ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത്. കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക്, യോഹന്നാൻ ശ്ലീഹായ്ക്ക്, പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം. ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ തമ്പുരാൻ. ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനപരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാത്തിനുപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവര പല പ്രാവശ്യം ചെയ്യുക. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ പൊന്നെ, ഇതൊരുമാതിരി വാട്സാപ്പ് ഫോർവേഡ് പോലെയല്ലോ. അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പിശാച് പിടിക്കും, ഇതാണോ അവര് പറഞ്ഞു വരുന്നത്? ഈ പടത്തിനകത്ത് പറയുന്ന ഓരോ ഫാക്ടേഴ്സ്, ഈവൻ L3-ലാണെങ്കിലും കൊണ്ടുവരാൻ പോണത് അസ്രായേൽ, അതായത് അടുത്തൊരു ഇപ്പൊ ലൂസിഫർ, എമ്പുരാൻ ആൻഡ് കമ്മിങ് ടു 3 ഇറ്റ് മൈറ്റ് ബി അസ്രായേൽ. അങ്ങനെയാണ് പലരും എന്ത് ചെയ്യുന്നത്, ഡീകോഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്രായേൽ മീൻസ് നദർ, എന്താണ്, അടുത്തൊരു ഡെവിൾ ഡീമൺ സാധനമാണ്. മനസ്സിലായോ? അതായത് മരണത്തിന്റെ മാലാക. അതാണ് ഇസ്ലാമിൽ ഈ ഒരു അസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് അതിനാവശ്യമുള്ള ഘടകങ്ങൾ കൊണ്ടുവരാൻ കുറെ ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഗബ്രിയേല്, മിഖായേൽ, അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് അസ്രായേൽ മാത്രമാണ് എന്ത് ചെയ്തത്, കുറെ മേജർ ഒരു സക്സസ് കൊണ്ടുപോയി കൊടുത്തത് ദൈവത്തിന്, കുറെ മെറ്റീരിയൽസും സാധനവും കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ ദൈവം അസ്രായേലിനെ എന്താക്കി, മരണത്തിന്റെ മാലാഖയാക്കി. മനസ്സിലായോ? അപ്പൊ അത് ഇങ്ങനത്തെ കുറെ ലൂസിഫറിന്റെ ഫാക്ടേഴ്സ്. എമ്പുരാനെ കുറിച്ച് ഇവര് പറയുന്നുണ്ടല്ലോ, എമ്പുരാൻ, തമ്പുരാനെ നമ്മൾ വിളിക്കുന്നു. മനസ്സിലായില്ലേ? അവര് പറഞ്ഞത് ശരിയാണ്, തമ്പുരാനെന്ന് വിളിക്കുന്നു. അത് ചിലപ്പോ മേ ബി എന്താ പറയാ, ഈ എമ്പുരാൻ എന്നുള്ളതിന്റെ ഒരു സംഗതി അവർക്ക് തോന്നാം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ വിളി ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ എല്ലാ മതത്തിലും ഉണ്ടല്ലേ? എല്ലാ മതത്തിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ പണ്ട് മുതലേ ഈ എമ്പുരാനെ, തമ്പുരാനെ, അല്ലേ? ഈ എമ്പുരാൻ എന്നുള്ള വാക്ക് മേ ബി വന്ന എങ്ങനെ, പ്രാൻ ദൈവം, പുരാൻ എന്റെ ദൈവം, അങ്ങനെ ഒരു സാധനമാണത്. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പോ ഇതിനൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ഡീറ്റെയിലിംഗ് തപ്പിപ്പോകുമ്പോൾ മുരളി ഗോപിയും പൃഥ്വിരാജ് ഇത് വെറുതെ വെച്ചതല്ല എന്ന് മനസ്സിലാവും. അവർ കൃത്യമായിട്ട് ആ ഡീറ്റെയിലിംഗ് വെക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. എന്ത് അവർക്ക് കാണിക്കണം. ഇപ്പോൾ ഒന്നുമില്ല, കമ്മിങ് ടു ദിസ് മൂവി, ഈ സിനിമയ്ക്ക് തന്നെ വരുന്ന സമയത്ത് ഈ സിനിമയിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ സിനിമ കാണാത്തവർ പലരും ഉണ്ടാവും, കണ്ടവരുണ്ടാവും. കാണാൻ പോകുന്നവരാണെങ്കിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലാലേട്ടൻ ഉപയോഗിക്കുന്ന ഒരു ടൂളൊക്കെ ഉണ്ട്. തോക്കും കത്തി അല്ലാതെ ജംഗിൾ അടിക്കകത്ത് ലാലേട്ടൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അത് സാത്താന്റെ കയ്യിലിരിക്കുന്ന ടൂളാണ്. മനസ്സിലായോ? അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ പ്ലേസ്മെന്റ് അടക്കം അത്രയും മൈന്യൂട്ടായിട്ട് അവർ. അപ്പൊ ഇവർക്ക് ഡീറ്റെയിലിങ്ങിൽ ഇവർ കൃത്യമാണ്. ഇവർ പറയുന്നത് ദൈവത്തിന്റെ കഥയല്ല, ഇവർ പറയുന്നത് ഡാർക്ക് കൊടൂര ഡാർക്ക് സൈഡ്, അതായത് ദൈവത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് പറയുന്നത്. ഓരോ ഡയലോഗിലും അതുണ്ട്. ഇത് സ്പോയിലർ ആവുന്നുണ്ടോ എനിക്ക് പലതും പറയാൻ പറ്റില്ല. മനസ്സിലായോ? സ്നേഹനോട് ചോദിക്കുകയാണ്, പ്രതികാരം വീട്ടുമ്പോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രതികാരം വീട്ടുമ്പോ മാത്രം സമാധാനം കിട്ടുന്നതാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കുന്നതാണ് ദൈവത്വം. പകരം വീട്ടി പ്രതികാരം വീട്ടിയിൽ അതിലൊരു സന്തോഷം സമാധാനം കിട്ടുന്നതാണ്
മനുഷ്യൻ എന്ന് ഒരാൾക്ക് വേദം ഓതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ വേദം ഓതി കൊടുക്കുന്നത് ചെകുത്താനായിരിക്കും. അധികം ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് ചെകുത്താനാണോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കണം. കാരണം അതില് കാര്യമായിട്ട് ഒന്നും അല്ല. ഞാൻ തോന്നിയിട്ടില്ല. ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയില്ല. ഈ പറഞ്ഞ എന്താ പറയാ ദൈവം ആസ്പെക്ട് നിന്ന് മാറിയിട്ട് സാത്താൻ ഡബിൾ ഡയറക്റ്റ് ഹിറ്റ് ആണ് സാധനങ്ങളൊക്കെ പറയുന്നത്. ഇവർക്ക് കുരു പൊട്ടാൻ മാത്രം ഇവരതില് ഇപ്പൊ തിനെ വിമർശിച്ച് തള്ളിയിട്ടല്ല സത്യം അതേ പറഞ്ഞത് പറയുന്ന ആ ഒരു ഡബിൾ സൈഡ് ആയിട്ടാ പറയുന്നത്. അല്ലാതെ അവിടെ ഇതിനെ ഇടിച്ചിട്ടിട്ട് ദൈവത്തിന്റെ ആസ്പെക്ടിനെ ഇടിച്ച് തള്ളിയിട്ട് ഇപ്പുറത്ത് പറയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ അത് പറയുന്നുണ്ട്. ആ സിനിമയുടെ മൂഡ് അതാണ് അവര് ക്രിയേറ്റ് ചെയ്ത സാധനം. ഒരു സ്ഥലത്ത് ദൈവത്തിനെ വിമർശിച്ചിട്ട് ഒന്നും പറയില്ല, മറ്റേനും ഗ്ലോറിഫൈ ചെയ്യണമില്ല. ആ ഒരു ഡയലോഗുകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും എന്നല്ലാതെ അല്ല ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇത് ഇന്നതാണോ അതാണോ പറയുന്നത് എനിക്ക് തോന്നില്ല. ഒറ്റ വാക്കാൽ എമ്പുരാൻ ഉള്ളടക്കത്തെ എങ്ങനെ വിശേഷിപ്പിക്കുക? ഒരു നന്മയും ഇല്ലാത്ത സ്പോയിലർ ആവോ? മലയാള സിനിമയിൽ കുറെ കാലമായി സാത്താൻ സേവക്കാരുടെ അഴിഞ്ഞാട്ടമാണ്. കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ഫ്രീമേഴ്സൺ ആൻഡ് ഇലുമിനാറ്റി ഗ്രൂപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാം. എത്രത്തോളം ക്രൈസ്തവ നിന്ദ കുത്തി നിറയ്ക്കാമോ അത് വളരെ സൂക്ഷ്മമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സിംബൽസ്, വേർഡ്സ് ആൻഡ് ഐ ഫോക്കസ് തുടങ്ങിയ ട്രിക്സിലൂടെ മാസ് ഡയലോഗ് പ്രേക്ഷകരുടെ ബ്രെയിനിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നത് തന്നെയാണ് എമ്പുരാന്റെ ഉള്ളടക്കം. ഇലുമിനാറ്റി അതിൽ രാഷ്ട്രീയ പശ്ചാത്തലവും കൂടെ ചേരുമ്പോൾ ബുദ്ധിയില്ലാത്ത മലയാളിക്ക് ജയ് വിളിക്കാനുള്ള വകയുമായി. ലഹരി, സാത്താൻ, ബിംബങ്ങൾ എന്നിവ നെഗറ്റീവായി പോലും ഉൾപ്പെടുത്തിയാൽ അത്ര സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന വസ്തുത നാം മറക്കരുത്. ക്രൈസ്തവർ ആരാധിക്കുന്ന വിശുദ്ധ കുരിശ് ദൈവത്തിന്റെ പ്രതീകമാണ്. ആ കുരിശിനെ അവഹേളിക്കുവാൻ സാത്താൻ ആരാധകർ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട്. എമ്പുരാൻ സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലാകുന്ന വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്നും കുരിശ് ഒടിഞ്ഞ് തലകുത്തി മണ്ണിൽ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ സാത്താനെ സന്തോഷിപ്പിക്കുന്ന വിവിധ രംഗങ്ങളാലും ബിംബങ്ങളാലും ഡയലോഗുകളാലും സമൃദ്ധമാണ് എമ്പുരാൻ സിനിമ. Examples: when the Son of God himself succumbs to sin, who else is there to rely upon but the devil? ദൈവപുത്രൻ തന്നെ പാപത്തിന് കീഴടങ്ങുമ്പോൾ പിശാചിനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കാൻ കഴിയുക? സിനിമയിലെ സിറ്റുവേഷൻ അത് നല്ല രസമായിട്ട് ചെയ്താണ് എനിക്ക്. അല്ലാതെ ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ട് ഇവര് ടൊവിനോനെ കൊണ്ടുവന്ന് വെച്ചത് യേശുക്രിസ്തുവായിട്ടല്ല. ഓക്കെ, ഇതില് ദൈവം എന്ന് കാണിക്കുന്ന PKR എന്തല്ല, ആക്ച്വലി ദൈവം പോലൊന്നും അല്ല. ഈ സിനിമ എഴുതിയവന്റെ ബുദ്ധിയാണത്, മനസ്സിലായോ? അവരത് അങ്ങനെ തന്നെയാണ് കാണിക്കണത്, അങ്ങനെ തന്നെ പറയുന്നത്. അടുത്ത വായിച്ചോ. At the end was a name, and the name was with Lucifer, and the name was Lucifer. അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഇത്. യോഹന്നാന്റെ 1:1-2 വാക്യങ്ങളാണ്. ഞങ്ങളെ വീട്ടില് ബൈബിൾ ഇത് വാക്യങ്ങളാണ്. ഇത് നേരെ തിരിച്ചിട്ടതാണ്. മറ്റേത് പറയണത് അങ്ങനെയാണ് ദൈവത്തിന്റെ സാധനങ്ങൾ തിരിച്ചിടുന്നതാണ്. സൈത്തൻ എന്ന് പറഞ്ഞ ആസ്പെക്ട് അല്ലെങ്കിൽ ഡെവിൾ എന്ന് പറഞ്ഞ ഡെവിളിനേക്കാൾ കൂടുതൽ സൈത്തനിക് ആസ്പെക്ട് അങ്ങനെയാണ്. അവരത് അങ്ങനെ തന്നെ ചെയ്യണു. അത് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ സിനിമ പുറത്തിറക്കുന്നത്. അവരതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടല്ല, ഡയറക്റ്റ് ഹിറ്റിൽ തന്നെ ഇറക്കണേ. ഇതിന്റെ ഇടയിൽ പറയുന്നത് ഞങ്ങളെ വീട്ടില് ബൈബിൾ ഉണ്ട്. ഞാനതിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ദൈവവചനത്തെ വരെ മാറ്റി എഴുതി ദൈവത്തിന് മുകളിൽ സാത്താനെ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഒരു കച്ചവട സിനിമയല്ല. ദൈവവചനം വായിച്ചാൽ നമ്മിൽ ദൈവാത്മാവ് നിറയും. അതുപോലെ സാത്താനിക് ബൈബിൾ വായിച്ചാൽ വായിക്കുന്നവരിൽ സാത്താനിക് സ്പിരിറ്റ് നിറയും. നിങ്ങളിലെ ദൈവാത്മാവിനെ മാറ്റി അവിടെ സാത്താൻ അരൂപി നിറയ്ക്കുവാനുള്ള സിനിമയുടെ രൂപത്തിലുള്ള ഒരു സാത്താനിക് ബൈബിളാണിത്. എ ഫിലിം ഫിൽഡ് വിത്ത് സാത്താനിക് സ്പിരിറ്റ്സ്. ഇവിടെ കളിച്ചിരിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്. ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ പേര് മാറ്റി അവിടെ സാത്താനെ പ്രതിഷ്ഠിക്കുക. ഒന്നാം തരം ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. വണ്ടി നമ്പർ 666. പിറകിൽ സർപ്പവ്യാളി ചിഹ്നം. അറിയാവുന്ന സകല പൈശാചിക ബിംബങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. എമ്പുരാൻ ഫുട് നോട്ട്സ് 666/വ്യാളി. ഇനി റിയൽ സ്റ്റോറിയിലേക്ക് വരാം. എന്താണ് എമ്പുരാനിൽ പണി വെച്ചിരിക്കുന്നത്? എമ്പുരാൻ കാണാൻ പോകുന്ന ദേശസ്നേഹികൾ ഇത് വായിക്കണം. എമ്പുരാനിലെ വില്ലൻ ആരാണെന്ന സസ്പെൻസ് തീർന്നു. നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെയാണ് വില്ലന്മാർ. രാജ്മോഹന് വാര്യംകൊന്നൻ ഉണ്ടാക്കാൻ പറ്റാത്തിലുള്ള ചുരുക്ക് തീർത്താണ് എമ്പുരാനിലൂടെ. കൂടാതെ മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ, അതായത് ഇതിനകത്ത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സാധനങ്ങൾ പറഞ്ഞു. അതെന്താ അതും കൂടി രണ്ടും കൂടി മിക്സ് ആക്കി വെച്ചിട്ട് അതൊരു കുറച്ചും കൂടി കൊടുക്കുകയാണ്. ഞാൻ എന്തിനാണ് സേന കൊണ്ട് ഇത് ഫുള്ള് വായിപ്പിച്ചത്. ഇത് ഈ രീതിയിലേക്കാണ് ഈ ഒരു പാക്കേജ് ആയിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിശ്വാസികളുടെ ഇടയിലേക്ക് ഇവര് ഇൻജക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ക്രിസംഗി ബെൽറ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സംഘികൾ ഉണർന്നു, സംഘികൾ അങ്ങോട്ട് ചാടി വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ ചോദിച്ചു, എന്തിനാണ് ഇതിന്റെ ആവശ്യം, വല്ല കാര്യം ഉണ്ട് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ഇനി പിടിക്കാൻ പറ്റിയ വള്ളി എന്താ? ക്രിസംഗി മൈൻഡ് സെറ്റുള്ള കുറച്ച് ആളുകളുണ്ട്. കാസ പോലത്തെ ടീമിനെ പിടിച്ചിട്ട് ഇത് നിങ്ങളെയാണ് പറയുന്നത്,
എടാ ഇത് ആര്യല്ല പറയുന്നത്, അവരാ ഒരു ഇലുമിനാറ്റി, ലൂസിഫർ, ഡാർക്ക് സൈഡ്, അത് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ലോക സിനിമയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഈ പ്ലോട്ടിൽ നമ്പർ ഓഫ് സിനിമാസ് ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായി? എത്രയോ സിനിമകൾ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻസ് പലതും വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ സിനിമകൾ വരുന്നു, ഡിബേറ്റുകൾ നടക്കുന്നു, ഡോക്യുമെന്ററീസ് വരുന്നു. എന്തിനും OTT പ്ലാറ്റ്ഫോംസിൽ അടക്കം ഇങ്ങനത്തെ ഈ ഒരു കോണ്ടന്റ് ബേസ് ചെയ്ത് എത്രയോ കോണ്ടന്റുകൾ വരുന്നു. എന്തൊക്കെ വന്നിട്ട് പോകുന്നു. താല്പര്യമുള്ളവൻ കാണും, താല്പര്യമില്ലാത്തവൻ കാണില്ല. ഇനി കണ്ടവന് ജീവിതത്തിൽ എടുക്കണ്ടാത്ത എടുക്കില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മൾ എടുക്കേണ്ടത് മാത്രം എടുക്കുക, അല്ലാതെ ഇതൊക്കെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ തള്ളിക്കളയാത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് ചില്ലറയല്ല. ഇപ്പൊ ഞാൻ വേറൊരാളുടെ വീഡിയോ കൂടി പ്ലേ ചെയ്തത്. കുറച്ച് ആളുകൾ ഇപ്പൊ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ക്രിസംഗി ബെൽറ്റ് നിന്ന് കത്തും. താങ്കളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. അതായത് ഇത് തികച്ചും ബൈബിളിലെ ഒരു വാക്യമാണ്. അതായത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് ഈസ് ഗോഡ്. അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് ആ വചനം തേജസ്സിൽ ജഡത്തിൽ വന്നു, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ആ വചനം യേശുക്രിസ്തു ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തിനാണ് താങ്കൾ ബൈബിളിലെ ആ വാക്യം എടുത്ത് അതിന് സമാനമായിട്ടുള്ള ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ വിശ്വാസപരമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആഗോളപരമായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും വളരെ ഡിവൈനായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഡിവിനിറ്റി, അതായത് യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ജോൺ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ വചനം തന്നെ, ആദ്യത്തെ വചനം തന്നെയാണ് താൻ. പക്ഷെ ഞങ്ങൾ മൂവി കാണും, ഞങ്ങൾ മൂവിയെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി പാർട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു അധ്വാനമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരെ കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടെ പോയി കാണും. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതികൾ. അല്ലാതെ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് താങ്കളത് ഇട്ടതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. താങ്ക് യു. ആക്ച്വലി ഈ വ്യക്തി വളരെ എന്താ പറയുക, മാന്യമായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഒരു ബോയ്ക്കോട്ടൊന്നും പറഞ്ഞില്ല. അയാളുടെ ഒരു സംശയം, അതിനർത്ഥം നമ്മൾ എഴുതിയതിൽ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തി ചോദിക്കുന്നത്. എന്തിനാണ് ആ വചനം മാറ്റി പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they want this to be promoted. അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സാധനം ഈ ട്രിലോഗി അവർ എടുത്ത് വെച്ചിട്ടുള്ള പ്ലോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ പറയാണ്, ദൈവത്തിനും പുത്രനും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്. ഓക്കെ, പിന്നുള്ളൊരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും കേട്ട ഒരു സാധനമാണ് എന്ത്, നമ്മളെ ദൈവത്തിന് എത്താൻ പറ്റാത്ത സ്ഥലത്ത് എത്തി രക്ഷിക്കുന്ന, മനസ്സിലായോ, പിശാച്, ആ ഒരു സാധനം, ഡെവിൾ, സാത്താൻ, അങ്ങനത്തെ ഒരു സീനാന്ന് വിചാരിച്ചോ? ഇതിലെ പല ക്യാരക്ടേഴ്സും ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാരണം ദൈവത്തിന് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എല്ലാ സിറ്റുവേഷനിലും ദൈവത്തിന് എത്താൻ പറ്റും എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ചെകുത്താൻ കയറി വരുന്ന സ്ഥലങ്ങളില്ലേ? ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, എല്ലാ മതത്തിന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുള്ളതാണ്. അതായത് ദൈവം മാത്രമല്ല, another power. അല്ല, ഇത് പറയില്ല, ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുണ്ട്, നന്മ ഉണ്ടെങ്കിൽ തിന്മയുണ്ട്, അല്ലെങ്കിൽ തിന്മ ഉണ്ടെങ്കിൽ നന്മ ഉണ്ട്. അങ്ങനെയാണ്. തിന്മയിലെ നല്ല വേർഷനാണ്. നല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് വെച്ചാൽ അതന്നെയാണ്. തിന്മയിൽ ഇത് തിന്മയല്ല ഗ്ലോറിഫൈ ചെയ്യണത്, തിന്മയ്ക്ക് എതിരെ തന്നെ ചെയ്യുന്ന ഒരു തിന്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോ നമ്മളെ ഈ ലോകേഷ് കനകരാജ് മറ്റേ ഡ്രഗിനെതിരെ സിനിമ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് വിക്രം എടുത്തത്. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു നീ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സിനിമ എടുത്ത് വെച്ചത്. കാരണം പലരും പറയുന്നത് ഗ്ലോറിഫൈ ആണ്, പക്ഷെ അതല്ല. അതിന്റെ പാറ്റേൺ കണ്ടിറങ്ങുന്ന മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലാവുന്നത് അതിന്റെ പാറ്റേൺ എന്താ. അത് ഡ്രഗിനെ ഗ്ലോറിഫൈ ചെയ്യല്ല ചെയ്യുന്നത്, ലഹരി ഗ്ലോറിഫൈ ചെയ്യല്ല ചെയ്യുന്നത്. ഇതിലുള്ള പോരാട്ടമാണ് അതിന് നമുക്ക് എടുക്കേണ്ടത്. ഇതിലൊന്നുമില്ലടേ, ഇതിൽ സിമ്പിളാണ് ഇവർക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പലർക്കും ഈ സിനിമ പൊളിയും, അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെ ഇവരെന്ത് ചെയ്യും, ബൈപ്പാസ് ചെയ്ത് റൂട്ട് അടിച്ചിട്ട് ഇതിലിങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങും. റൂട്ട് മാറ്റുണ്ട്, അങ്ങനെ പല രീതിയിൽ ഈ സാധനം പോവും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എൻഡ് ഓഫ് ദ ഡേ ഫിലിം ഈസ് എ ഫിലിം. ഇവരിത് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ സാധനമൊക്കെ പറഞ്ഞിട്ട് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ ആ പ്രൊമോഷൻ അവിടെ നിർത്തി. ഇവരെ പ്രൊമോഷൻ ടൂൾസിനകത്താണ് അവരത് ഉപയോഗിച്ചിട്ടുള്ളത്.
ഞാൻ പറഞ്ഞു അവരത് പറഞ്ഞു തന്നെ ഉപയോഗിച്ചതാണ്. ഓക്കെ, എനിക്ക് മാളികപ്പുറത്തിനോടൊക്കെ ഒരു സീൻ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ഭക്തി വിൽക്കാന്ന് പറഞ്ഞിട്ടല്ല വിറ്റോ. ഭക്തി വിൽക്കാന്ന് പറഞ്ഞാൽ വിറ്റോ. കാന്താര എന്ന് പറഞ്ഞ മൂവി അതിനകത്ത് ഭക്തിയാണ് വിൽക്കണേ എന്നുള്ളത് അവർ വളരെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് അവരുടെ ആവശ്യം ഭക്തി വിൽക്കലാണ്, അവർ വിറ്റിട്ടുണ്ട്. ഇതിനകത്ത് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഇലുമിനാറ്റി, ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, വേൾഡ് ഓർഡറിനകത്തുള്ള കുറേ ഈ പറഞ്ഞ ലൂസിഫർ മറ്റത് മറിച്ച് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിലൂടെ ആളുകൾ കുറേ ഡീകോഡ് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോവുക, അതിലൊരു രസം പിടിച്ച് പോവുക. ഇതാണ് ബേസിക്കലി അത് അവരുടെ ബ്രില്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ മുരളി ഗോപിൻ്റെ ബ്രില്യൻസ് ആണത്. അപ്പം അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇത് ദൈവത്തിനെ പറഞ്ഞ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ നാളെ ഇതിലൂടെ സിനിമ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരൂ. എല്ലാം ആവാം. ഇതിപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഇതൊരു മൈൽഡ് സാധനമാണ്. ഒരു എക്സ്ട്രീമായിട്ട് ഇവിടെ ആരെയും കയറിയിട്ട് ഒരു അടിച്ചു കുത്തി പണ്ടാണിക്കിട്ട് പിന്നെ അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കിന് കിട്ടിയത് സംഘിനാണ്. അത് കിട്ടേണ്ട അടി തന്നെയാണ്, അതിന് ഒരു സംശയവുമില്ല. കാരണം ആ അടി അവർക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ഇവിടെ ഒരാളും ശബ്ദിക്കരുത്, ഒരു കയ്യും അവരെ നേരെ ചൂണ്ടരുത് എന്നുള്ളൊരു സ്കീമിൽ പോകുമ്പോൾ ഇങ്ങനൊരു അടി അവർ പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമേൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ ക്രെഡിറ്റിലടക്കം ഗുജറാത്ത് ഗവൺമെന്റിന് നന്ദി പറഞ്ഞ് വെച്ച സാധനം കൊണ്ട് പൃഥ്വിരാജ് വെച്ചിട്ട് സുരേഷ് ഗോപിക്കും ഗുജറാത്ത് ഗവൺമെന്റിനൊക്കെ നന്ദി പറഞ്ഞിട്ട് ഇറക്കി വിട്ട് ഇത് വേറെ ഒന്നുമല്ല. ഇതിപ്പോ എന്താ അറിയോ, ക്രിസ്ത്യൻസിനെ ഇളക്കി വിടുക. അതായത് ക്രിസംഗി ബെൽറ്റ് ഒന്ന് ഉണർന്നു, സംഘികൾക്ക് പൊള്ളിയപ്പോ ക്രിസംഗി ബെൽറ്റിലേക്ക് സാധനം ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത സത്യ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഇവർ ഈ സാധനം ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യും, ഇതിനൊരു ഒപ്പോസിഷൻ സാധനം കൊണ്ടുവരിപ്പിക്കാനുള്ള സംഘികളുടെ ചീഞ്ഞ സാധനം വെച്ചിട്ടുള്ള നാറിയ കളി. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ക്രിസ്ത്യൻസിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ളവരുടെ ഈ തീരുമാനം. കണ്ടോ, നാളെ മറ്റന്നാൾ മുതൽ ഇവരുമാർ ഇത് കത്തിക്കും. ആണെന്നുണ്ടെങ്കിൽ പല പള്ളിയിലും സഭയിലും ചിലപ്പോൾ മറ്റത് വായിക്കും ചെയ്യും. ഏത് ഈ സിനിമ കാണരുത്, കാരണം ഈസ്റ്റർ വരാൻ പോകും. ഈസ്റ്റർ അതെ ഞാൻ പറയാൻ വരുന്നത്. ഇതിപ്പോ ഇപ്പൊ ഈ പടം ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അല്ല ഇപ്പളേ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങാണ് എന്തായാലും. കൊള്ളാണ് എന്തായാലും ഒരു പടറിങ്ങോട് കൂടിയിട്ട് ആകെ മൊത്തം കച്ചറയായി, മതപരമായിട്ട്